ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അപ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ റീഡിംഗ് കാണുന്നത് അവരുടെ മുഖം നിങ്ങൾ മനസ്സിൽ ഓർക്കുക. 3 പ്രാവശ്യം അവരുടെ പേര് നിങ്ങൾ പറയുക. എന്നിട്ട് നിങ്ങൾ ഈ റീഡിംഗ് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ഇതിൽ റെസൊണേറ്റ് ആയത് അത് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കായിട്ടുള്ള ഫസ്റ്റ് എനർജി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ ബാലൻസിലല്ല. ഇവർ ഇങ്ങനെ ബാലൻസ് അല്ലാതെ നെഗറ്റീവ് എനർജിയിലാണ് ഉള്ളത് എന്നാണ് ഫസ്റ്റത്തെ എനർജി പിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മാക്സിമം ഇവർ ശ്രമിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ബാലൻസിൽ കൊണ്ടുവരാൻ, പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവർക്കിപ്പോൾ ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ ലോകമേ ഇങ്ങനെ ഇംബാലൻസ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ ബാലൻസിൽ കൊണ്ടുവരണമെങ്കിൽ നല്ല ഒരു ഗൈഡൻസ് ഇവർക്ക് ആവശ്യമാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇംബാലൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ് നിങ്ങളുടെ മൊബൈലിൽ ആ ഒരു തരത്തിലുള്ള വീഡിയോ വരും. അതായത് മോട്ടിവേഷണൽ വീഡിയോ, അങ്ങനെ എന്തെങ്കിലും ഒരു നിങ്ങളെ നല്ല രീതിയിൽ ബാലൻസ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള വീഡിയോ വരും. അപ്പോൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ബാലൻസ് ആവാനുള്ള എനർജി നിങ്ങൾക്ക് വരും. അതേപോലെ ഇവർക്കും ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ലോകത്ത് കുറേ ആൾക്കാരുണ്ട് തകർന്നു പോയ, അതായത് ജീവിതത്തിൽ പരാജയപ്പെട്ട് തകർന്നു പോയ ആൾക്കാർ. അവരുടെ മുന്നിൽ ഈ ഒരു ടാരോ റീഡിങ്ങുമായിട്ട് വരുമ്പോൾ അത് കേൾക്കുമ്പോൾ അവർക്കൊരു സമാധാനം കിട്ടും. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു സമാധാനം ആഗ്രഹിക്കുകയാണ്. കാരണം അവർ ഇപ്പോൾ വളരെയധികം തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. നിങ്ങളുടെ മൈൻഡ് ബിസി ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം റിലാക്സ് ആകും. പക്ഷേ നിങ്ങളുടെ മൈൻഡ് ബിസി ആവാതിരിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇംബാലൻസ് ആകും. നമ്മളിപ്പോൾ ഒരു മുറിവിൽ മരുന്ന് വയ്ക്കുമ്പോൾ ഒരു നീറ്റൽ ഉണ്ടാവത്തില്ല. അതേപോലെ നമ്മുടെ മനുഷ്യരും ഹൃദയം കൊണ്ട് വളരെയധികം തകർന്നിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് ഒരു മരുന്ന് പോലെയാണ് ഈ ഒരു ഹീലിംഗ് ആയിട്ടുള്ള വീഡിയോ അവരുടെ മുന്നിൽ വരുന്നത്. അതായത് മോട്ടിവേഷണൽ വീഡിയോ ആയാലും ടാരോട്ട് റീഡിംഗ് ആയാലും അത് കാണുമ്പോൾ അവർക്കൊരു സമാധാനം കിട്ടും, റിലാക്സേഷൻ കിട്ടും. ഇവിടെ ഈ ഒരു സമയം ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സണും എന്തെങ്കിലും ഒരു ഗൈഡഡ് ആയിട്ടുള്ള വീഡിയോ കിട്ടുന്നതാണ്. ഇവർക്കും ഒരു ഗൈഡൻസ് കിട്ടുന്നതാണ്. ആ ഒരു ഗൈഡൻസ് കിട്ടുന്നതിലൂടെ ഇവർക്കൊരു സമാധാനം കിട്ടുന്നതാണ്. ഒന്നുകിൽ ഒരു ഗുരുവിൻ്റെ കയ്യിൽ നിന്ന്, അല്ല എങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിൽ നിന്ന്, അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ സ്പീക്കറിൻ്റെ കയ്യിൽ നിന്ന് ഇവർക്കൊരു ഗൈഡൻസ് കിട്ടുന്നതാണ്. കാരണം ഇവർ ഇപ്പോൾ ട്രാപ്പ്ഡ് സിറ്റുവേഷനിൽ, അതായത് ഒരു ജയിലിൻ്റെ അകത്ത് ഇട്ടയ്ക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇവർക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രമാത്രം സഫറിങ്ങിലാണ്, ഇൻബാലൻസിലാണ് ഇവർ ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയം ഇവർക്കൊരു ഗൈഡൻസ് അത്യാവശ്യമായിട്ട് ദൈവം ഉറപ്പായിട്ടും കൊടുക്കുന്നതാണ്. അതിലൂടെ ഇവർക്കൊരു ബാലൻസ് കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ് ഇവരുടെ ലൈഫിൽ. അപ്പോൾ ഇവരുടെ മെസ്സേജ് ഇതാണ്: ഇവരുടെ ലൈഫിൽ ഒന്നും തന്നെ ശരിയായിട്ടല്ല പോകുന്നത്. അതായത് പ്രൊഫഷണൽ ലൈഫാകട്ടെ, ഇവരുടെ ആരോഗ്യത്തിലാകട്ടെ എല്ലാം വളരെ മോശമായാണ് പോകുന്നത്. ഇംബാലൻസിലാണ് ഇവരുടെ എനർജി. ഇവിടെ ഇവർ മാസ്കുലിൻ എനർജിയിലാണ് ഉള്ളത്. നിങ്ങൾ ഇപ്പോൾ ഫീമെയിൽ ആയിട്ടുള്ള ആളാണ് നിങ്ങളുടെ പേഴ്സണെങ്കിലും ഇവർ ഒരു മാസ്കുലിൻ എനർജിയിലാണ് ഉള്ളത്. കാരണം ഇവരുടെ ഉള്ളിൽ ഒരു ഈഗോ ഉണ്ട്. ഈഗോ ഉള്ളത് കാരണം ഇവരുടെ വീക്ക്നെസ് എന്താണോ അതെങ്ങനെ പുറമേ ഷോ ചെയ്യും, ആൾക്കാർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിൽ ഇവർ ഉള്ളിൽ തന്നെ വരച്ചുകൊണ്ടിരിക്കുകയാണ്, പുറത്ത് കാണിക്കാതെ. അപ്പോൾ അത് കൂടുതലായിട്ട് കാര്യങ്ങൾ വഷളാക്കുകയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി എങ്ങനെയെങ്കിലും ബാലൻസിലാവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് ഫസ്റ്റ് മെസ്സേജ്. ഇനി സെക്കൻഡ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ചില ആൾക്കാരുടെ പേഴ്സൺ പബ്ലിക് ഇമേജിലുള്ള ആൾക്കാരാണ്. ചില ആൾക്കാരുടെ പേഴ്സൺ അതായത് മറ്റുള്ളവർ എന്ത് പറയും, അവർ എന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹൈഡ് ചെയ്ത് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ആരോടും പറയുവാൻ താല്പര്യമില്ല നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്നുള്ള രീതിയിൽ ഹൈഡ് ചെയ്ത് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഇവർ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇതെന്തോന്ന് സ്നേഹമാണ് ഇങ്ങനെ ഒളിച്ചു വെച്ച് സ്നേഹിക്കുന്നത്, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന് നിങ്ങൾക്ക് തോന്നും അപ്പോൾ. പക്ഷേ എന്നിട്ടും അങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ വീണ്ടും ബാലൻസിൽ ഇരിക്കുന്നു. കാരണം ഒരു ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുന്നു. ഇവരുടെ ഈ ഒരു സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നാലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇവരെ വിശ്വസിച്ച് വീണ്ടും ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുന്നു. കുറേ ആൾക്കാരുടെ പേഴ്സൺ അവരുടെ ഫാമിലിയെ കാരണം വിഷമിക്കുന്നു. കുറേ ആൾക്കാരുടെ പേഴ്സൺ അപ്പുറവും ഇപ്പുറവും ഉള്ള ആൾക്കാർ കാരണം വിഷമിക്കുന്നു. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നാലോചിച്ച്. ഫാമിലിയെക്കുറിച്ച് വിചാരിക്കുന്നവർ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. അതായത് ഞാൻ ലവ് മാരേജ് ചെയ്താൽ എൻ്റെ സഹോദരിയുടെ കാര്യം എന്താവും, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ്റെ കാര്യം എന്താവും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. കുടുംബത്തിലുള്ളവരുടെ കാര്യം ആലോചിച്ച് അവർ ഇങ്ങനെ വിഷമിക്കുന്നു.
അപ്പോൾ സെക്കൻഡ് മെസ്സേജ് ഇതാണ്. അവർ അവരുടെ ഫാമിലി യിലുള്ളവരെ കാരണം വിഷമിക്കുന്നു. അല്ല എങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ച് വിഷമിക്കുന്നു. ഇവിടെ ഒരു കാര്യമല്ല, ഒരു 50 കാര്യമെങ്കിലും ഉണ്ടാകും പറയുവാൻ. പക്ഷേ ഇവിടെ പിക്ക് ചെയ്യാൻ പറ്റിയത് ഈ 2 കാര്യമാണ്. ഇങ്ങനെയുള്ള മെസ്സേജും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. തേർഡ് മെസ്സേജ്, ഇവരുടെ ഹൃദയം വളരെയധികം തകർന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫിയറിൻ്റെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ നിങ്ങളുമായിട്ട് കംപ്ലീഷൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അത് സംഭവിക്കുന്നില്ല. അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു ഹാർമോണിയസ് റിലേഷൻ ഇവർ ആഗ്രഹിക്കുന്നു, പക്ഷേ അത് നടക്കുന്നില്ല. ഇവിടെ ഇവർ സഫറിങ് ആയിട്ടുള്ള എനർജിയിലാണ്. ഒരു ശ്വാസം മുട്ടൽ ഇവർ അനുഭവിക്കുകയാണ്. എങ്ങനെ ഞാൻ എൻ്റെ പേഴ്സണുമായിട്ട് കംപ്ലീഷനിൽ വരുമെന്ന് ആലോചിച്ച് വിഷമിക്കുകയാണ്. കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ദുഃഖത്തിലായിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ജനറലി നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എന്തോ ഒരു സാഹചര്യം ഇവരെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാതെ പിടിച്ചു നിർത്തുന്നു. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണോ സ്റ്റക്കായിട്ടിരുന്നത് അതിൽ നിന്ന് പുറത്തു വന്നു. അതായത് ഇവരെ ഭയങ്കരമായിട്ട് കൺട്രോളിങ് ചെയ്തിരുന്ന ആൾക്കാരിൽ നിന്ന്, ഇവരുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇവർ പുറത്തു വന്നിരിക്കുകയാണ് എന്നാണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ പുറത്ത് വരുവാൻ പോകുകയാണ് എന്നും നിങ്ങൾക്ക് മെസ്സേജ് തരുവാൻ സാധ്യതയുണ്ട്. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സണ് ഡൗട്ടുണ്ട് നിങ്ങളെ, കാരണം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്തോ എന്ന് ഇവർക്കൊരു ഡൗട്ടുണ്ട്. ഇല്ല എങ്കിൽ നിങ്ങൾ ഇവരെ വിട്ടു പോയോ, ഉപേക്ഷിച്ചിട്ട് പോയോ, അങ്ങനെയുള്ള ഡൗട്ട് ഇവർക്കുണ്ട്. ഇവിടെ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോകുമോ എന്ന് പേടിച്ച് ഇവർ നിങ്ങൾക്ക് ന്യായം തരുവാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അവർക്കൊരു പേടി, നിങ്ങൾ ഈ ബന്ധം വിട്ടു പോയാൽ പിന്നെ ഇവർക്ക് ആരാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ന്യായം പെട്ടെന്ന് തരുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഇവർ ആഗ്രഹിക്കുന്നത് കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീഷനിൽ വരണമെന്നാണ്. കുറേ ആൾക്കാർക്ക് മെസ്സേജ് റിസീവ് ആകുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും ബന്ധനത്തിലോ ഏതെങ്കിലും ട്രാപ്ഡ് സിറ്റുവേഷനിലോ ആണ് എങ്കിൽ അവർ അതിൽ നിന്ന് പുറത്ത് വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ കൂടെ യൂണിയനിൽ വരുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇവർ പുറത്തു വരുന്നത്. നിങ്ങളിൽ ചില ആൾക്കാരുടെ പേഴ്സൺ അപ്പോൾ വളരെ പോസിറ്റീവാണ്. അപ്പോൾ അവർ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് തരുന്നതാണ്. അതായത് കംപ്ലീഷൻ റിലേറ്റഡ് ആയിട്ട്, അതായത് സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുന്നത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അവർ എന്തെങ്കിലും ഒരു മെസ്സേജ് തരുന്നതാണ്. ചില ആൾക്കാരുടെ പേഴ്സൺ ഇപ്പോഴും ഏതോ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ചിലപ്പോൾ ഒരു കേസായിരിക്കാം, ഇല്ല എങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം, ഇല്ല എങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. എന്തായാലും ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ ഹാപ്പി അല്ല, സഫറിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള എനർജിയിലാണ്. ഒറ്റപ്പെടൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും പുറത്തു വരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇവർ ഉറപ്പായിട്ടും പുറത്തു വരുന്നതാണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ഇവർക്ക് കുറച്ച് സമയം കൊടുക്കുക. സമയം കൊടുക്കുന്നതനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ റെസൊണേറ്റ് ആയത് അത് മാത്രം എടുക്കുക, ബാക്കി കളഞ്ഞേക്കുക. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.